ഇതാണ് Redmi Note 7 Proയുടെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സ് അത്യാവശ്യം അട്രാക്റ്റീവാണ്. ഇതിൻ്റെ റെയർ സൈഡിലായിട്ട് കുറച്ച് മെയിൻ ഡീറ്റെയിൽസ് പറയാനുണ്ട് ഈ ഫോണിൻ്റെ. ഫസ്റ്റ് പറയുന്നത് ക്യാമറയാണ്. 48MP+5MP AI റയർ ക്യാമറയാണ് ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഈ ഫോണിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ വന്നിട്ട് Snapdragon 675 പ്രോസസ്സറാണ്. 6.3 ഫുൾ HD നോച്ച് ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ ഫോണിനുള്ളത്. 4000 mAh ബാറ്ററിയാണ്. അതേപോലെ 4GB RAM 64GB വേരിയൻ്റാണ് നമ്മുടെ ഈ സെറ്റ് എന്ന് പറയുന്നത്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അൺബോക്സ് ചെയ്തതിന് ശേഷം പറയാം. ഇതിൻ്റെ റെയർ ക്യാമറ തന്നെയാണ് ഈ ഫോണിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. 48MP റെയർ ക്യാമറയാണ് ഇതിനുള്ളത് വിത്ത് സോണി IMAX 586 ക്യാമറ സെൻസർ. ഓക്കെ, മെയിൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു ചെറിയ ബോക്സ് ഉണ്ട്. ഓക്കെ, അതിലൊരു സിം ഇജക്റ്റഡ് ടൂൾ ഉണ്ട് അല്ലേ, ഒരു സിം ഇജക്റ്റഡ് ടൂൾ ഉണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഈ ഡോക്യുമെൻറ്റ്സിനകത്ത് ഇനിഷ്യൽ ചാർജിങ്ങും കാര്യങ്ങളും അതോടൊപ്പം തന്നെ സാർ വാല്യൂ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഡോക്യുമെൻറ്റ്സിനകത്ത് പറയുന്നുണ്ട്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബാക്ക് കവറാണ്. ബാക്ക് കവർ വന്നിട്ട് അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബാക്ക് കവറാണ് നമുക്കുള്ളത്. സെയിം ആസ് നോട്ട് 7 കിട്ടിയ അതേപോലെ തന്നെ ഒരു ബാക്ക് കവറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സെറ്റിൻ്റെ ഫസ്റ്റ് ലുക്ക് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ Note 7 Pro അല്ലേ. ലുക്ക് ആൻഡ് ഫീൽ സെയിം ആസ് Note 7, ഒരു വ്യത്യാസമില്ല. എക്സ്ട്രാ എൻ്റെ ക്യാമറ മാത്രമേ ഉള്ളൂ അല്ലേ. ഡീറ്റെയിൽസും കാര്യങ്ങളും പുറകിൽ പറഞ്ഞ അതേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തും സ്റ്റിക്കറിലും പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ 6.3 ഫുൾ HD ഡിസ്പ്ലേ കാണാം, നോച്ച് ഡിസ്പ്ലേ കാണാം. ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ബോക്സിലുള്ള ബാക്കി കാര്യങ്ങളൊന്നും നോക്കിയതിന് ശേഷം വരാം. ചാർജറാണ് അതിനകത്തുള്ളത്. ആക്ച്വലി Note 7 Pro എന്ന് പറയുന്നത് ക്വിക്ക് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു ഫോണാണ്. പക്ഷെ നമുക്ക് കിട്ടിയിരുന്ന ക്വിക്ക് ചാർജറാണെന്ന് നോക്കാം. അല്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു 5V 2A നോർമൽ ചാർജറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കാണാം, നോർമൽ ചാർജറാണ് നമുക്ക് ഇതിലോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി Note 7 Pro ക്വിക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യുമെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നോർമൽ ചാർജറാണ്. ആക്ച്വലി ഒരു ക്വിക്ക് ചാർജർ പ്രൊവൈഡ് ചെയ്യാമായിരുന്നു. പിന്നീടുള്ളത് എൻ്റെ കേബിളാണ് അല്ലേ. കേബിൾ വന്നിട്ട് Type-C കേബിളാണ്. ആക്ച്വലി Type-Cയുടെ കാലമാണ്. അപ്പോൾ Type-C കേബിൾ ഉൾപ്പെടുത്തിയത് നല്ല കാര്യം തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് ഹാൻഡ്സെറ്റിലേക്ക് വരാം. ഓക്കെ, ഹാൻഡ്സെറ്റിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇളക്കിക്കളയാം. അതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ലുക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ Note 7 Proയ്ക്ക്. ആക്ച്വലി സെയിം ആസ് Note 7 തന്നെയാണ് ഫോൺ. അതിൻ്റെ ബാക്ക് സൈഡ് ഗൊറില്ല ഗ്ലാസ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ബങ്ക് കാണാം അല്ലേ. ഓക്കെ, ക്യാമറ ബങ്ക് ഉണ്ട്. അതേപോലെ ഒരു സെൻസർ ഉണ്ട്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. Redmi അത്യാവശ്യം ലുക്കും സ്റ്റൈലും പെർഫെക്റ്റ് ആണ് അല്ലേ ഫോണിൻ്റെ. ഫ്രണ്ടിലായിട്ട് അതിൻ്റെ നോച്ച് കാണാം. അതോടൊപ്പം തന്നെ സ്പീക്കർ ഗ്രില്ലും ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് IR ബ്ലാസ്റ്റർ കാണാം. അതോടൊപ്പം തന്നെ 3.5 ഓഡിയോ ജാക്ക് കാണാം. ഒരു നോയ്സ് ക്യാൻസലർ കാണാം. താഴേക്ക് വരുമ്പോൾ നമുക്ക് സ്പീക്കർ കാണാം. അതോടൊപ്പം തന്നെ Type-C പോർട്ടും കാണാം. ഇനി എൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം വോളിയം ബട്ടൺ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പവർ ബട്ടൺ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴാണ് അവിടെ സിം ട്രേ അല്ലേ, ഒരു സിം ട്രേ ഉണ്ട്. നമുക്ക് സിം ട്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. ആക്ച്വലി റബ്ബർ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് ഒന്നെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു സിം ഒരു മെമ്മറി കാർഡ്. ഇവിടെയും 2 സിം ഒരു മെമ്മറി കാർഡ് ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് നമ്മളുടെ ഫോണിനെ ഇനിഷ്യൽ ബൂട്ട് ചെയ്യാം.
MIUI 10. MIUI 10 വേർഷനാണ് നമ്മളുടെ കയ്യിരിക്കുന്ന ഫോണെന്ന് പറയുന്നത്. ഓക്കെ, ചൂസ് ലാംഗ്വേജ്. അപ്പോൾ ഇനിഷ്യൽ സെറ്റിങ്സും കാര്യങ്ങളും കുറച്ച് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എത്രത്തോളം ഫാസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കണം. ക്യാമറ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണം. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിംഗറും ആഡ് ചെയ്തിട്ടുണ്ട്. ഫിംഗർ എത്രത്തോളം ഫാസ്റ്റാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഫിംഗർ പ്രിൻറ്റ് സെൻസർ അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ഇനി നമുക്ക് എൻ്റെ അബൌട്ട് സെക്ഷനിലേക്ക് പോകാം. ഫോൺ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടോ നോക്കാം. എൻ്റെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോ അപ്ഡേറ്റ്സ് അവൈലബിൾ. ഇപ്പോൾ അപ്ഡേറ്റ്സ് ഇല്ല. ബാക്കിലേക്ക് വരാം. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. പിന്നെ പറയുന്നത് വെച്ചാൽ എൻ്റെ മോഡൽ നമ്പർ പറയുന്നുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ 9 പറയുന്നുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ 5 ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് വേർഷൻ 5 തന്നെയാണ്. പിന്നെ സെക്യൂരിറ്റി പാച്ച് ലെവൽ എന്ന് പറയുന്നത് ഫെബ്രുവരിയാണ്. MIUI വേർഷൻ എന്ന് പറയുന്നത് 10.2.7.0 ആണ്. CPU 2.02 GHz സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. RAM 4GB. ഇൻറ്റേർണൽ സ്റ്റോറേജ് 51 GB നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഞാൻ 50 GB കാണുന്നുള്ളൂ. അത് കാരണം ഞാൻ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ക്യാമറ ഒന്ന് നോക്കാം. ക്യാമറയാണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാമറ എടുത്തു. ആക്ച്വലി ഞാൻ കുറച്ച് സാമ്പിൾസ് 48 MB കുറച്ച് സാമ്പിൾസ് ഞാൻ കാണിക്കാം. ആക്ച്വലി ഇവിടെ നമുക്ക് 48 MB എടുക്കുന്നില്ല. ഞാനിപ്പോൾ നോർമൽ ക്യാമറ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാണ് എത്രത്തോളം ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താ വരാത്തെ? ഓക്കെ, അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. ഇനി നമുക്കിൻ്റെ സെൽഫി ക്യാമറയും കൂടെ നോക്കാം. ക്യാമറ എത്രത്തോളം നോക്കാമല്ലോ. ഓക്കെ, ഇവിടുത്തെ ലൈറ്റ് കുറച്ച് പ്രശ്നമാണ്. അത്യാവശ്യം എന്നെ കാണാൻ പറ്റുന്നത് കൊള്ളാം. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാമറ സാമ്പിൾസിലൂടെ കാണാം. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. നല്ല സ്റ്റൈലിഷ് ഡിസൈൻ തന്നെയാണ് ഈ ഫോണിനുള്ളത്. അത്യാവശ്യം ഹാൻഡിയാണ്. ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് 2 സൈഡും. പിന്നെ എൻ്റെ UI വളരെ യൂസ്ഫുൾ ആണ്. യൂസർ ഫ്രണ്ട്ലി ആണ് എൻ്റെ UI എന്ന് പറയുന്നത്. അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സ്പീഡിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് സ്നാപ്ഡ്രാഗൺ 675 പ്രോസസ്സർ അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗെയിമേഴ്സിന് പറ്റിയൊരു ഫോൺ തന്നെ, എസ്പെഷ്യലി PUBG ലവേഴ്സിന് പറ്റിയൊരു ഫോൺ തന്നെയാണ് Redmi Note 7 Pro. ഇനിയുള്ളതിൻ്റെ ഡിസഡ്വാൻറ്റേജുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ 48 MP ക്യാമറ നമുക്കുണ്ട് എങ്കിലും അത് നമുക്ക് അത്ര ക്വാളിറ്റി നമ്മൾ വിചാരിക്കുന്നൊരു ക്വാളിറ്റിയിൽ കിട്ടുന്നില്ല. ആക്ച്വലി ഫർദർ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. എസ്പെഷ്യലി എനിക്ക് ഫേസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സൂം ചെയ്യാൻ പറ്റണില്ല. 48 MP ക്യാമറ എടുത്ത് സൂം ചെയ്യാനായിട്ട് പറ്റണില്ല. അതൊരു എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. പിന്നെ എൻ്റെ ക്യാമറ UI അത്യാവശ്യം സ്ലോ ആണ്. ഹാങ് ആവുന്നൊരു ഇഷ്യൂ പോലെ ഉണ്ട്. ക്യാമറ UI ഇങ്ങനെ ഹാങ് ആവുന്ന സമയത്ത് ചെറുതായിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഹീറ്റ് ആവുന്ന ഒരു പ്രശ്നം ഞാൻ കണ്ടില്ല. ഗെയിമേഴ്സിനൊക്കെ പറ്റിയ ഫോൺ തന്നെയാണ്. ഹാൻഡിയാണ്.